ഹായ് ഡിയേഴ്സ്, ഞാൻ ആശാ സജി. ഇന്ന് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹെൽത്ത് ഹീൽ ചെയ്യാം, പിന്നെ പണം, ജോലി, റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാം. അങ്ങനെ ഈ ഒരു പവർഫുള്ളായ ടെക്നിക്കിലൂടെ നമുക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് മിറർ ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വളരെ കോൺഫിഡൻസോടുകൂടി അഫർമേഷൻ പറയുക. അഫർമേഷൻ നിങ്ങൾ കേൾക്കുന്ന രീതിയിൽ വേണം പറയാനായിട്ട്. അപ്പോൾ വെറുതെ പറഞ്ഞാൽ പോരാ, ഫീലോടുകൂടി പറയണം. ഇവിടെ ഫീലിങ്സിനാണ് പ്രാധാന്യം. ഇനി നിങ്ങളുടെ ഗോള് എന്താണോ ആ ഗോളിനെ അഫർമേഷൻ രൂപത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് എഴുതി വെക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതെങ്കിൽ ഇനി നിങ്ങൾ അഫർമേഷൻ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ പേര് വിളിക്കുക. എന്നിട്ട് ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുന്നു, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്ന് പറയുക. ഇനി ഞാൻ എൻ്റെ ആരോഗ്യത്തിന് നന്ദി പറയുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുകയും എൻ്റെ ആരോഗ്യത്തെ ദിവസവും പരിപാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ മനസ്സ് വളരെ ശാന്തവും സമാധാനപരവുമാണ്. ഇങ്ങനെ അഫർമേഷൻ കണ്ണാടിയിൽ നോക്കിയിട്ട് എല്ലാ ദിവസവും ഫീൽ ചെയ്തുകൊണ്ട് പറയുക. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും. എന്നിട്ട് വളരെ വേഗം ഈ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇനി ഇത് പറയേണ്ടത് എപ്പോഴാണെന്നറിയാവോ? രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞാൽ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ നടക്കും. ഇത് ചെയ്യാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട, 5-10 മിനിറ്റ് മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ഓരോ ദിവസം ചെയ്യും തോറും നിങ്ങൾക്ക് നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഞാൻ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങൾ 30 ദിവസം കൃത്യമായിട്ട് ചെയ്യുക. റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.